പേർഷ്യ എങ്ങനായിരിക്കുന്നത് നിനക്കൊക്കെ അറിയാവോ? ഇല്ല. ആ, അതൊരു സ്വർഗവാടാണ്. കാടും കടന്ന് മേടും കടന്ന് പുഴയും കടന്ന് മലയും കടന്ന് 7 കടലും കടന്ന് ചെല്ലുന്നതാണ് പേർഷ്യ. അമ്മച്ചിയുടെ തിരുമുറ്റത്താണോ പേർഷ്യ? അതല്ലെന്ന്, അതൊരു സ്വർഗവാ. അവിടെ സ്വർണ്ണ ഖനിയുണ്ട്, ഈന്തപ്പഴമുണ്ട്. ഇവിടെ എന്തോ പഴമുണ്ട്. ആ, നീ കുരിഞ്ഞൊട്ടിട്ട് പോയിട്ട് തിന്ന. മര്യാദക്ക് ഇറങ്ങിപ്പോക്കണം. TV വെക്കത്തില്ലെന്ന് പറഞ്ഞാൽ TV വെക്കത്തില്ല. പോയെ. ഞങ്ങൾ എന്താ വെള്ളം ചെയ്ത് എടാ, ഇങ്ങനെ പറഞ്ഞു വിട്ടാലും പോവാത്ത 2 എണ്ണം. ഒരു കാര്യം ചെയ്, അതുകൊണ്ട് ആ വെട്ടിനും എടുത്ത് നീ കുറെ വിറക് അവിടെ കിടക്കുന്നു, അത് വെട്ടിക്കീറിയിട്. ഞാൻ എന്താ ചെയ്യണം? നീ അടങ്ങി നിന്നിട്ട് ഇവിടെ എങ്ങാണ്ട് ചൂല് കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വൃത്തിയാക്ക. തുണി എടുത്ത് തൂത്ത് വൃത്തിയാക്കാം. അതൊന്നും എടുക്കണ്ട, അല്ലാതെ അങ്ങ് തൂത്ത് വൃത്തിയാക്കിയാൽ മതി. അല്ലാതോ? സമയം പോകുന്നു. പെട്ടെന്ന് ഓരോ പണി ചെയ്താ പെട്ടെന്ന് TV വെച്ച് തരാം. പാവം ഒന്നും ചെയ്യിക്കരുത്. അനങ്ങി വാടാ, ഒന്ന് അനങ്ങി വാ. എന്റെ ഉച്ച കൊണ്ടുവെക്ക, എന്റെ ഉച്ചയില് ഇനി ആ സ്വിച്ച് അങ്ങോട്ടിട്, ആ സ്വിച്ച് അങ്ങോട്ടിട്. അമ്മച്ചിയുടെ ഞങ്ങൾക്കറിയത്തില്ലല്ലോ സംഭവം. കൈ എന്നും ആ തറയെ തൊട്ട് അഴുക്കാക്കരുത്. കൈ കെട്ടിരുന്നേ. ഭിത്തി ചാരി ഇരിക്കരുത്, ഇവിടെ അങ്ങ് നിരക്കരുത്, ഒരു സാധനത്തിൽ കൈ തൊടരുത്, കേട്ടല്ലോ. ഞാൻ നിർത്തുമ്പോ അന്നേരം ഇറങ്ങിപ്പോക്കണം. ഈ അസുരനാണോ ഇവർ 3 പേരെയും പരാജയപ്പെടുത്തിയ അസുരൻ? അതെ ഗണേശ. അടുത്ത പ്രഹരം കൊണ്ടവന്റെ അന്ത്യം കുറിച്ചേക്ക്. ധൂമ്രലോചനൻ അയാളെ വധിക്കുമോ ജ്യേഷ്ഠ? ഇവിടെ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. നമ്മുടെ പേരാണ് രക്തബീജൻ. തക്കൂറിന്റെ നാശം ഉറപ്പായും സംഭവിക്കും. അങ്ങനെ എന്ത് വിദ്യയാണ് അവിടുന്ന് സൃഷ്ടിച്ചത് മാതേ? ഞാൻ അമ്പോട്ടിയുടെ സെറ്റാണ്. നീ സ്വന്തം സുരക്ഷയ്ക്കായി എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നിന്റെ അന്ത്യം അടുത്തിരിക്കുകയാണ്. ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ കുറെ യുദ്ധം ചെയ്തോണ്ട് ഇങ്ങനെ മരിച്ചാലും എന്താണ് കാണിക്കുന്നത്? നിന്നോടൊക്കെ ഞാൻ എവിടെ ഇട്ടിട്ടാ പോയത്? ഇവിടെ ഇരിക്കുന്ന തിരുന്നോണെന്നല്ലേ പറഞ്ഞത്? ഇതുകൊണ്ട് ഈ നശിപ്പിനെ ഒന്നും വീട്ടിൽ കയറ്റാത്തത്. എടാ, നിനക്കൊക്കെ പ്രയോജനം ഇല്ലാതെ വല്ലപ്പോഴും വന്ന് ഈ TV കാണുന്നത്. എന്താണ് ഇത്? യുദ്ധം പിടിച്ചതല്ല. കാണിക്കാവോ? അവര് വിശ്രമിക്കുക. നിന്റെയൊക്കെ ചാട്ടം കണ്ടിട്ടെ അവര് വിശ്രമിക്കുക. ഇച്ചിരിയുള്ള പെട്ടി എത്ര നേരമായിട്ട് അവർ അഭിനയിക്കുക. ആ നീളമുള്ള സ്ഥലത്ത് അവരുടെ വിശ്രമ മുറി. അവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ. പറഞ്ഞാണ്ട് കൊണ്ട് തരത്തില്ലല്ലോ. പിന്നെ ഇന്നലെ ഇയാൾ കൊണ്ട് തന്നായിരുന്നു. നശിപ്പിനെയൊക്കെ പിള്ളേരായാലും നമുക്ക് പറയാൻ പറഞ്ഞില്ലല്ലോ. കുളത്തിൽ പോയി ആമ്പൽ പറിക്കാൻ പോന്ന് ഇവിടെ വരണ്ടായിരുന്നു. പന്നത്തള്ള വെക്കത്തില്ല, പോകണ്ട. അവര് വെക്കത്തില്ല. അമ്മച്ചി പറഞ്ഞില്ലയോ ഇതിനകത്ത് അവരൊട്ടൊന്ന് പറഞ്ഞില്ലേ? നമുക്ക് ഇവരെല്ലാം എടുത്തോണ്ട് വീട്ടിൽ പോയാലോ?